സഹകരണ ബാങ്കിന്റെ നടപടിയിൽ മനംനൊന്ത് ജീവനൊടുക്കിയ ഇടുക്കി കട്ടപ്പനയിലെ സാബു തോമസിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. സാബുവിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സാബുവിന്റെ മരണത്തിൽ CPIM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന ശബ്ദ സംഭാഷണം ഇന്ന് പുറത്തു വന്നു. CPIM കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറി VR സജി സാബുവിനെ ഭീഷണിപ്പെടുത്തുന്നതാണ് ശബ്ദ സംഭാഷണത്തിലുള്ളത്. എൻ്റെ വൈഫാണെങ്കിൽ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. ഞാൻ അവിടെ പൈസ എന്നിട്ട് അവിടുന്ന് ആ ബിനോയ് പിടിച്ച് വണ്ടിയെന്ന് പിടിച്ച് ഒറ്റ തള്ളി. എന്നിട്ട് എന്താ പറയാ, ഞാൻ ബിനോയ്ക്കിട്ട് തല്ലിയെന്നും പറഞ്ഞ് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവിടെ ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമല്ല നിങ്ങൾക്ക്. എന്റെ സഹാവേ, വിഷയമൊന്നും മാറ്റണ്ട. നമ്മളത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു സഹായം ഞാൻ പറഞ്ഞൊന്ന് കേട്ടിട്ട് ഭൂമിയോളം ക്ഷമിച്ചാ നിൽക്കുന്നത്. ഞങ്ങള് നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിന് നിങ്ങൾക്ക് തരാനുള്ള പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കിടന്ന് കയ്യും കാലും വിട്ട് അടിച്ച് ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ പൊന്നു നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്നാൽ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു സഹാവ് അയാൾ എന്നെ ഉപദ്രവിച്ചത് ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഒരു നിങ്ങൾക്ക് പണി അറിയത്തില്ല. ആ ഫ്രണ്ടിലെ ക്യാമറയുണ്ട്. ആ ക്യാമറ നോക്കുമ്പോൾ കൃത്യമായിട്ടും അറിയാം. ഞാനോട് വിളിക്കാം. പണം കിട്ടാതെ വന്നതിനൊപ്പം ഭീഷണി കൂടിയായപ്പോൾ സാബു തളർന്നു പോയെന്ന് ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു. 10 മണിയാകുമ്പോൾ ചെല്ലുമ്പോഴത്തേക്കും ബിനോയ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പോടാ പുല്ലെന്ന് പറഞ്ഞു. പൈസ ഒന്നും ഇപ്പൊ ഉണ്ടാവുകയില്ല, പോടാ പുല്ലെന്ന് പറഞ്ഞു. റെജി പറഞ്ഞു ഞാനാ സെക്രട്ടറി, ഞാനാ പൈസ നിങ്ങളോട് മേടിച്ചത്, എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഉന്തും സാവു തള്ളിയില്ല, അവരിങ്ങോട്ട് തള്ളിയെന്നാ സാവു പറഞ്ഞത്. അത് കഴിഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്നു ആള്. ഭയങ്കര വിഷമത്തിൽ എന്ന് പറഞ്ഞാൽ 3 മണിയാകുമ്പോഴത്തേനും ഇവർ ഇട്ട് തന്നേക്കാന്ന് പറഞ്ഞു പൈസ കുറച്ച്. ഓപ്പറേഷന്റെ കേസാണ്. സാവു ഭയങ്കരമായിട്ട് നിരാശയിലാണ്. പൈസ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാവു പിന്നെ 3 മണിയായപ്പോഴത്തേനും വിളിച്ചു. 3 മണിയായപ്പോൾ വിളിച്ചപ്പോഴത്തേനും വേറൊരാളെ ഫോൺ എടുത്തത്. ആ പുള്ളി സാവുവിനോട് പറഞ്ഞു ഇപ്പം ഞാൻ ഒരാളുടെ കൊടുക്കാന്ന് പറഞ്ഞു. അതായത് VR സജിയുടെയിലാണ് കൊടുത്തത്. അപ്പോഴാണ് ആ ഭീഷണി സന്ദേശം വന്നത്. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സാബുവിന്റെ ഭാര്യയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ പുറത്തുവന്ന ശബ്ദ സംഭാഷണം അടക്കം ഉള്ള കാര്യങ്ങൾ CPM-നെ വലിയ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഇന്നലെ ആർക്കെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നൊക്കെയായിരുന്നു ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. പക്ഷേ ഇന്ന് പ്ലേറ്റ് മാറ്റുന്നുമുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ആദ്യം ഈ സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ, എപ്പോഴാണ് സംസ്കാരം നടക്കുക? ഇപ്പോൾ ചടങ്ങുകൾ, അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ പൂർത്തിയായോ? ഗോകുൽ, അല്പസമയം മുമ്പാണ് സാബുവിന്റെ മൃതദേഹം സ്വവസതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സംസ്കാര ശുശ്രൂഷകൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയും ചെയ്യും എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. 3:30യോടുകൂടി വീട്ടിൽ നിന്ന് കൊണ്ടുപോകും, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറക്കും എന്നുള്ളതാണ് ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത്. ഈ സാബുവും ഇവിടെ ഒരു കട നടത്തിയിരുന്ന ആളാണ്. പള്ളിക്കവല എന്ന് പറയുന്ന സ്ഥലത്ത് കട നടത്തിയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുമായിട്ട് നേരിട്ട് സാബുവിന് ബന്ധമുണ്ട്. ആ ആളുകളെല്ലാം സാബുവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ രാഷ്ട്രീയമായിട്ട് ഇന്നലെ വലിയ പ്രതിഷേധം സാബുവിന്റെ മരണത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിന്റെയും BJP-യുടെയും ഉൾപ്പെടെയുള്ള പ്രവർത്തകരും ഇവിടെ തടിച്ചുകൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ മൃതദേഹം ഉൾപ്പെടെ വിട്ടു നൽകണമെങ്കിൽ വലിയ തരത്തിലുള്ള ഉറപ്പുകൾ ലഭിച്ചെങ്കിൽ മാത്രമേ മൃതദേഹം വിട്ടു നൽകുകയുള്ളൂ എന്നൊരു നിബന്ധനയൊക്കെ ഈ CPM-ഉം കോൺഗ്രസും BJP-യും മുന്നോട്ട് വെച്ചിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ട് ബന്ധുക്കൾക്ക് പ്രതികളെ, അതായത് ഈ ആത്മഹത്യാക്കുറിപ്പിൽ 3 പേരുകളുണ്ട്, ആ പ്രതികൾക്കെതിരെ ആ പേരുകളിലുള്ള ആളുകളെ പ്രതികളാക്കി കേസെടുത്താൽ എടുക്കുമെന്ന ഉറപ്പിന്മേലാണ് ആ മൃതദേഹം ഉൾപ്പെടെ ഇന്നലെ ബാങ്കിന്റെ മുൻപിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പോലീസിനെ അനുവദിക്കുകയും ചെയ്തത്. എന്തായാലും അതുൾപ്പെടെ മറികടന്നുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ കണ്ടുകൊണ്ടായിരുന്നു ഇന്നലത്തെ ദിവസം അവസാനിക്കുകയും ചെയ്തത്. മൃതദേഹം അല്പസമയം മുമ്പ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, വലിയ തരത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് CPM എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് രാവിലെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. അതായത് കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശമാണ്. അതായത് പണം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞ ഈ VR സജി എന്ന് പറയുന്ന ആൾ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ്. ഈ സാബു പണം നിക്ഷേപിച്ചിരുന്ന ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ ഒരു ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. അതിൽ കൃത്യമായും പറയുന്നുണ്ട്, ഭീഷണി പോലെ VR സജി പറയുകയും ചെയ്യുന്നുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മനം നൊന്താണ് ഈ ആത്മഹത്യ എന്ന് സാബുവിന്റെ ഭാര്യയും ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ VR സജിയെയോ അതേപോലെ തന്നെ ബാങ്കിന്റെ ഭരണസമിതിയെയോ സെക്രട്ടറിയായോ ആരെയും തന്നെ CPM തള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്കൊക്കെ സംരക്ഷണം ഒരുക്കുന്ന നിലയിലേക്ക് CPMന്റെ നിലപാട് മാറിയിരിക്കുന്നു. അത്തരമൊരു പ്രതികരണമാണ് രാവിലെ കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു വർഗീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും അതുൾപ്പെടെ വലിയ ചർച്ചയാക്കിക്കൊണ്ടുള്ള പ്രതിഷേധം ഇനിയും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇന്ന് കട്ടപ്പന CI ഈ സാബുവിന്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സാബു നേരിട്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയെന്നാണ് കട്ടപ്പന CI മുരുകൻ പറയുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ സ്വാഭാവിക മരണത്തിന് FIR ഇട്ടാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള 3 പേരുടെ പേര് ചേർക്കാത്തതിനെതിരെയാണ് നിലവിൽ പ്രതിഷേധം. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം അടുത്ത ദിവസമാകും ഉണ്ടാവുക എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ വീട്ടിലെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. രാഹുൽ, ഈ VR സജി എന്ന് പറയുന്ന കട്ടപ്പനയിലെ മുൻ ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം കേട്ടാൽ തോന്നും ഈ സാബു എന്തോ കടം വാങ്ങാൻ ചെന്നതാണ്. കാരണം ഈ മാസത്തേത് നിങ്ങൾക്ക് തന്നല്ലോ, ലക്ഷങ്ങൾ അവിടെ നിക്ഷേപിച്ച് ജീവിതത്തിലൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ പോരാ, അത്യാവശ്യം വന്ന ഘട്ടത്തിൽ അതിനുപകരിക്കുന്ന തരത്തിൽ പണം കിട്ടണം. അതും നിക്ഷേപം മുഴുവനായിട്ടല്ല, ഇനിയും 12 ലക്ഷം അവിടെ ഉണ്ട്. അതിലൊരു 2 ലക്ഷം രൂപ ചോദിക്കുമ്പോൾ ഈ മാസത്തെ തന്നില്ലേ, കഴിഞ്ഞ മാസത്തെ തന്നില്ല, തവണ വ്യവസ്ഥയിൽ നിക്ഷേപം തിരികെ കൊടുക്കുന്ന അവസ്ഥയാണോ അവിടുത്തേത്? ഗോകുൽ, അങ്ങനെ തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാര്യയുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ടാണ് ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് സാബു ബാങ്കിലേക്ക് ചെല്ലുന്നത്. 2 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. അതിൽ 2 ലക്ഷം രൂപയിൽ 50,000 രൂപ മാത്രം കൊടുക്കാമെന്നാണ് ബാങ്ക് പറഞ്ഞത്. അത് സംബന്ധിച്ചുള്ള ചില വാക്കുതർക്കങ്ങളാണ് ഈ ബാങ്കിൽ ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഏകദേശം 90 ലക്ഷം രൂപയോളം പല ഘട്ടങ്ങളിലായി ബാങ്കിൽ സാബു നിക്ഷേപിക്കുകയും ചെയ്തിരുന്നതിൽ കുറച്ചു തുക പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം 14 ലക്ഷം രൂപയോളം സാബുവിന് തിരികെ ലഭിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഭാര്യ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ പലിശയും ലഭിക്കേണ്ടതുണ്ട്. അതിലൊരു 2 ലക്ഷം രൂപ തനിക്കൊരു ആവശ്യം വന്നപ്പോൾ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മനോവിഷമം, മാത്രമല്ല പണം ചോദിച്ചു ചെന്നപ്പോൾ അപമാനിതനായി എന്നുള്ളതും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് സാബുവിന് ഉണ്ടാക്കിയിട്ടുണ്ടാകണം. അത് തന്നെയാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ഭാര്യ പറയുകയും ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ബാങ്കിൽ കൊണ്ടിട്ട് സ്വന്തം പണം തിരികെ ചോദിക്കാൻ ചെല്ലുമ്പോൾ അപമാനിതനാവുകയും ദേഹോപദ്രവം ഏൽക്കേണ്ടി വരികയും ചെയ്തൊരു സാഹചര്യം, അത് വലിയ തരത്തിൽ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറിയുടെ CPMന്റെ ഏരിയ സെക്രട്ടറിയുടെ ഒരു ഭീഷണി കൂടിയായപ്പോൾ സാബു തകർന്നു പോയിട്ടുണ്ടാകാം എന്നുള്ളത് നിസ്സംശയം പറയുകയും ചെയ്യാം. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതാണ്. ഈ പണത്തിന്റെ കാര്യത്തിൽ ഇനി എത്ര രൂപ കൃത്യമായി കൊടുക്കാനുണ്ട് എന്നതടക്കമുള്ള കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തേണ്ടതാണ്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ പ്രത്യേക പരാതിയുമായി പോകുമെന്ന് കുടുംബവും അറിയിച്ചിട്ടുണ്ട്. അതിന് ഏത് അറ്റം വരെ പോകാനും തയ്യാറാണ് എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഉടൻ തന്നെ ലഭ്യമാകും എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. കാരണം CCTV ദൃശ്യങ്ങളൊക്കെ അല്പസമയത്തിനകം പുറത്തു വന്നേക്കാം എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അത് അങ്ങനെയെങ്കിൽ ഈ സാബു അപമാനിതനായതിന്റെയും മർദ്ദനമേറ്റതിന്റെയും ഒക്കെ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. മറ്റൊരു ആരോപണം കൂടി ആ CCTV വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. CPM ആ CCTV ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ ബാങ്ക് ഭരണസമിതി ഇപ്പോൾ തന്നെ ആ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്, ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പോലീസ് എന്തായാലും ഉറപ്പിച്ച് പറയുന്നുണ്ട് CCTV ഉൾപ്പെടെ പരിശോധിക്കും, അതിനുശേഷം നടപടി ഉണ്ടാകും. ഈ കത്തിൽ എഴുതിയിരുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് പോലീസ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിഷേധം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് യൂത്ത് കോൺഗ്രസിന്റെ DYSP ഓഫീസ് മാർച്ച് ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ വിഷ്ണു സുരേഷ് കൂടി അവിടെ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ വിജയനാണ് ഇതുവരെ വിവരങ്ങൾ പങ്കുവച്ചത്. വിഷ്ണു, ഇപ്പോൾ പോലീസ് ഏതായാലും അന്വേഷണം ആരംഭിക്കുന്നു, മൊഴിയെടുക്കുന്നു, വലിയ രാഷ്ട്രീയ ആരോപണം ഇതിൽ ഉയർന്നു. അതിനപ്പുറത്തേക്ക് ഇന്ന് ആ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശം അടക്കം അല്ലെങ്കിൽ ഫോൺ സംഭാഷണം അടക്കം പുറത്തു വരികയും ചെയ്തു. സ്വാഭാവികമായും ഇവരെ പ്രതി ചേർക്കാമെന്ന ഉറപ്പിൽ, അല്ലെങ്കിൽ ഇവർക്കെതിരെ അന്വേഷണം നടത്താം, ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവർക്കെതിരെ അന്വേഷണം നടത്താം എന്നുള്ള ഉറപ്പിൽ മാത്രമാണ് സാബുവിന്റെ ബന്ധുക്കളും നാട്ടുകാരും മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ പോലും അനുവദിച്ചത്.
പക്ഷെ ഇതുവരെയും അങ്ങനെ ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നിലവിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു, സാബുവിന്റെ ഭാര്യയുടെ മൊഴിയെടുത്തു. അതിന് അപ്പുറത്തേക്ക് ഒരു നടപടിയിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന 3 പേരുകൾ, ഒന്ന് ബാങ്ക് സെക്രട്ടറി, മറ്റൊന്ന് അവിടുത്തെ ജീവനക്കാരി സുജുമോൾ, അതോടൊപ്പം തന്നെ അവിടുത്തെ ജീവനക്കാരനായ ബിനോയ്. ഇവർ 3 പേരും തന്നോട് അധിക്ഷേപകരമായി പെരുമാറി എന്നുള്ളതാണ് സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പ്രതി ചേർക്കണം എന്നുള്ളൊരു ആവശ്യം കഴിഞ്ഞ ദിവസം തന്നെ കുടുംബം ഉന്നയിച്ചിരുന്നു. നാട്ടുകാരും സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തി CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം മാത്രം അത്തരം നടപടിയിലേക്ക് കടക്കാം എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. പോലീസും CPIM-ഉം ഈ പ്രതികൾ അല്ലെങ്കിൽ ഈ ആളുകളെ, ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നു എന്നൊരു ആരോപണമാണ് പ്രധാനമായും കുടുംബവും ആളുകളും നാട്ടുകാരും ഉന്നയിക്കുന്നത്. അതിദാരുണമായ സംഭവമാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാങ്കിന്റെ വളർച്ചയ്ക്കെല്ലാം ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ് സാബു. 90 ലക്ഷം രൂപയാണ് പല തവണകളായി സാബു അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. തന്റെ പണമാണ്. ആ പണം എടുക്കാൻ അവിടെ ചെന്നപ്പോഴാണ് ഇത്തരത്തിലൊരു അധിക്ഷേപം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. അധിക്ഷേപം നേരിട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആത്മാവിന് അല്ലെങ്കിൽ മരണത്തിന് നീതി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നമ്മളോടൊപ്പം ഇടുക്കി DCC പ്രസിഡന്റ് ചേരുകയാണ്. ഇടുക്കി DCC പ്രസിഡന്റ് CPM ഈ ആരോപണ വിധേയരായ ആളുകളെ സംരക്ഷിക്കുകയാണോ നിലവിൽ? സൗണ്ട് കേട്ടില്ലേ? ആരോപണ വിധേയരെ സംരക്ഷിക്കുകയാണോ ആരോപണ വിധേയരെ സംരക്ഷിക്കുകയാണോ CPM? സാബുവിന്റെ മരണം വളരെ വേദനാകരമായ ഒരു മരണമാണ്. അത് ഗവൺമെന്റിന്റെ ഇപ്പോൾ അനുവർത്തിച്ചുള്ള നയങ്ങളുടെ ഒരു രക്തസാക്ഷിയാണ്. പണം സ്വന്തമായി നിക്ഷേപിച്ചിട്ട് ആ പണം എടുത്ത് സ്വന്തം ഭാര്യയുടെ ആശുപത്രിയിലെ ബില്ല് കൊടുത്ത് ഇറക്കിക്കൊണ്ടുവരേണ്ട ദിവസം ആ പണത്തിന് വേണ്ടി തിരിച്ചു ചെന്ന് ചോദിച്ചപ്പോൾ CPM-ന്റെ പഴയ ഏരിയ സെക്രട്ടറി VR സജി എടുത്ത ധിക്കാരകരമായ നടപടി. തീർച്ചയായും ഏതായാലും ആ പുറത്തു വന്ന ശബ്ദ സന്ദേശം അത് അങ്ങേയറ്റം ധിക്കാരപരമാണ്, അല്ലെങ്കിൽ ധാർഷ്ട്യമാണ്. നിക്ഷേപിച്ച പണം, അതും അധ്വാനിച്ചുണ്ടാക്കിയ പണം, അതൊരാവശ്യത്തിന് ഉപകരിക്കുമെന്ന് കരുതിയാണ് ഈ സഹകരണ സംഘത്തിലൊക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. പക്ഷേ അത് അത്യാവശ്യ ഘട്ടത്തിൽ പോലും തിരികെ കിട്ടുന്നില്ല. അത് തിരികെ ചോദിക്കുമ്പോൾ എന്തോ കടം ചോദിക്കുന്നവരോടെന്ന തരത്തിലാണ് ആ നിക്ഷേപം തിരികെ ചോദിച്ച സാബുവിനോട് പെരുമാറിയത്. ഏതായാലും ആ മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന കുടുംബത്തിന്റെ ശക്തമായ ആരോപണമുണ്ട്. അതിന് ഉപോത്ബലകമായ തരത്തിൽ ഇന്ന് ശബ്ദ സന്ദേശം അടക്കം പുറത്തു വന്നിട്ടും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നവരുടെ എതിരെ, ആരുടെയൊക്കെ പേരുകളാണോ ഉള്ള അവർക്കെതിരെ ഒരു നിയമ നടപടിയിലേക്ക് പോകാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. രാഹുൽ വിജയനും വിഷ്ണു സുരേഷുമാണ് കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.